നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. നമ്മളുടെ ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് പ്രൊഫൈല്, യൂട്യൂബ് ചാനല് ഇതെല്ലാം ഹാക്ക് ചെയ്ത് പോകാൻ കുറേ അധികം സാധ്യതകളുണ്ട്. അങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ ചതി ഒരുക്കി വെച്ചിട്ട് ഒരുപാട് പേര് ഈ ലോകത്ത് നമ്മളെയൊക്കെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ ഇട്ട് ചാനല് വലുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നല്ല ഒരു പൊസിഷനിലെത്തുമ്പോൾ ഈ ചാനലുകൾ അവർ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ വല്ല ക്രിപ്റ്റോ കറൻസിയുടെ അങ്ങനെ പലതരം കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കും. അപ്പോൾ ഇത്തരം കള്ളന്മാരെ നമ്മൾ പരമാവധി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോണത്. ആദ്യം തന്നെ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമ്മൾ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ഫേസ്ബുക്കിലും യൂട്യൂബിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇങ്ങനെ രണ്ട് രീതിയിൽ രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പാസ്വേഡ് കയ്യിൽ കിട്ടിയാൽ പോലും ഒരുത്തനും നമ്മളുടെ ഫേസ്ബുക്കും യൂട്യൂബൊന്നും തുറക്കാൻ പറ്റില്ല. അതാണ് നമ്മളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും ടു ഫാക്ടർ ഒതൻറ്റിക്കേഷനും. ഇത് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ പോയി നമുക്കത് എനേബിൾ ചെയ്ത് വെക്കാം. പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിൽ പോയാൽ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചതിയാണ് ഫിഷിംഗ് ലിങ്കുകൾ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സത്യത്തിൽ നമ്മൾ ഫേസ്ബുക്ക് പോലും അന്തിച്ചു പോകും. ആ രീതിയിലാണ് ഇവർ ലിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ ഒരു ലോഗോയൊക്കെ വെച്ചിട്ടേ ഇവർ മെറ്റയെന്ന് വന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കും, ഈ സെറ്റിങ്സ് നിങ്ങൾ ഉടനെ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കളയും. അങ്ങനെ പലതും പറഞ്ഞു. പേ ഔട്ട് സെറ്റിങ്സ് ഉടൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേ ഔട്ടല്ലേ, അയ്യോ രക്ഷപ്പെട്ട് നമ്മുടെ പേ ഔട്ട് സെറ്റിങ്സ് ആയി, അല്ലെങ്കിൽ പേ ഔട്ട് സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും, റെഡിയായി. അപ്പോൾ അതുകൊണ്ട് മെറ്റ എന്ന് പറഞ്ഞ് വന്നാൽ പോലും നമ്മളത് ഓപ്പൺ ചെയ്യരുത്. കാരണം ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇപ്പോൾ നമ്മളുടെ ഏതെങ്കിലും വീഡിയോക്ക് താഴെ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കൂലേ, അതുപോലെ നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ പോസ്റ്റ് താഴെ ഇവർ കമൻറ്റ് ചെയ്യണത്. ഇവരുടെ പേജിൻ്റെ പേരാണ് മെറ്റ വെരിഫിക്കേഷൻ, അതുപോലെ മെറ്റ അലർട്ട്, ഫേസ്ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോകുന്ന ഏതെങ്കിലുമൊക്കെ പേരിലായിരിക്കുള്ളൂ ഇവർ അക്കൗണ്ട് എടുത്തിട്ടുള്ളത്, ഫേസ്ബുക്ക് അക്കൗണ്ട്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് അധികം നാളൊന്നും നിൽക്കില്ല, കാരണം മെറ്റ അത് ഡിറ്റക്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ അവർ പുതിയതുണ്ടാക്കും. അപ്പോൾ ഈ ഫിഷിംഗ് ലിങ്കുകൾ നമ്മൾ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. നമുക്ക് മെയിലിലും വരും ഇതുപോലെ ഫിഷിംഗ് ലിങ്കുകൾ, അതിലും ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് മെറ്റയുടെ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് നമുക്ക് 2-3 മാർഗ്ഗങ്ങളുണ്ട്. മെറ്റയുടെ നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞ് നമ്മൾ ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെയാണ് കൂടുതലും ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസുകൾ അതിൻ്റെ താഴെയുള്ള ആ ഒരു ബാറിൽ അവർ കാണിക്കും. അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനിൽ പരമാവധി ക്ലിക്ക് ചെയ്യുക. പിന്നെ മെയിലാണ് അയക്കുന്നതെങ്കിൽ ഈ മെയിൽ facebook.com അതൊന്ന് ശ്രദ്ധിക്കുക. ഇവർക്കൊന്നും facebook.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് ഫേസ്ബുക്കിൻ്റെ ഒരു വെബ്സൈറ്റ് ആയിരിക്കുള്ളത്. അത് ഇവർ അയക്കുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ ഇവരുടെ പേര് ലാസ്റ്റ് വേറെ ഏതെങ്കിലും പേരായിരിക്കും. ആദ്യം ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് മെറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വേറെ ഏതെങ്കിലും .com ആയിരിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് മെയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മെയിലും തുറന്നിട്ടില്ല. തുറന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേ ഔട്ട് മാത്രം പോയി. അതായത് വീഡിയോ ഒക്കെ ഇവർക്കിടാം, പൈസ മാത്രം വേറെ ആൾക്കാർ കൊണ്ടുപോകും. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാം. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇങ്ങനെ അക്കൗണ്ട് നമ്മളിൽ നിന്ന് ഹാക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് ഈ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയി. പേ ഔട്ട് വരുന്നത് വേറെ ഏതോ ബാങ്കിലേക്ക് വേറെ ആർക്കുമാണ് പോയത്. വീഡിയോ ഒക്കെ ഇവർക്കിടാം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി എന്നെ സമീപിച്ചു. എന്നടുത്ത് ശരിയാക്കി കൊടുക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അവരോട് വിളിക്കാൻ പറയാമെന്ന്. അപ്പോൾ അവർക്ക് നമ്പർ കൊടുത്ത് അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ 10,000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ അവരായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ മെസ്സേജ് അയച്ചാൽ പോലും എടുക്കാതെ. അപ്പോൾ ഇങ്ങനെയുമുണ്ട് നമ്മളുടെ തൊട്ടടുത്ത്. എറണാകുളത്ത് സംഭവിച്ച കാര്യമുണ്ട് ഞാൻ ഈ പറയണ. നമ്മൾ തൊട്ടടുത്ത് നമ്മളുടെ ആളുകളും ഇതേപോലെ തന്നെ നമുക്ക് നമ്മളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന അവസരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതും ഈ നമ്മളെ കൂടെയുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന, നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സുഹൃത്തിനെ കണ്ടെത്തണം. നമുക്ക് പറ്റിയ ഒരാൾ. എന്നിട്ട് മെറ്റയായിട്ട് ചാറ്റ് ചെയ്യിക്കണം. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളുടെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അല്ലാതെ നമ്മൾ ഇതേപോലെ വിദഗ്ധരെ ഒരിക്കലും ഏൽപ്പിക്കരുത്. ഈ വിദഗ്ധന്മാരും പരമാവധി നമ്മളെ ചൂഷണം ചെയ്യുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ കാരണമുള്ള ഒരു 10,000 രൂപ പോയത്. പക്ഷെ അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ തന്നെ മെറ്റായിട്ട് കോൺടാക്ട് ചെയ്ത് അത് സെറ്റിലായി. ഇപ്പൊ പേ ഔട്ട് അവർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇത്. പിന്നെ അടുത്ത ഒരു കാര്യമുണ്ട് ട്ടോ. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കും ഫേസ്ബുക്ക് വഴി. ഇപ്പോൾ നമുക്ക് കാൻഡി ക്രഷ്, സാഗ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കുറേ പെർമിഷൻ നമ്മളോട് ചോദിക്കും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ. അപ്പോൾ ഇവർക്കൊന്നും നമ്മൾ ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുക്കരുത്. നമ്മൾ പ്രൊഫഷണലായിട്ട് ഇത് ഒരു തൊഴിലായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതമാർഗ്ഗമായിട്ട് അല്ലെങ്കിൽ ഏണിങ്സിന് വേണ്ടി നടക്കുന്ന ആളുകൾ അങ്ങനെയൊന്നും ചെയ്യരുത്. സാധാരണ ഒരു പ്രൊഫൈലിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഗൗരവമായിട്ട് കണ്ടന്റ് ക്രിയേഷനെ കാണുന്ന ആളുകൾക്ക് അത് പാടില്ല. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അഡ്മിൻസിനെ വെക്കും. നമ്മളുടെ പേജ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനില്ലാത്തപ്പോഴും എൻ്റെ പേജ് കമൻറ്റ് എഴുതാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കമൻറ്റ് വന്നാൽ ഡിലീറ്റ് ചെയ്ത് കളയാനും അതുപോലെ പോസ്റ്റ് നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടി നമ്മൾ അഡ്മിന്മാരെ വെക്കും. 1, 2, 3 അഡ്മിന്മാരെയൊക്കെ നമുക്ക് വെക്കുവാൻ പറ്റും. അപ്പോൾ ഈ അഡ്മിന്മാരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവർ നമ്മുടെ പേജും കൊണ്ടുപോകും. അങ്ങനത്തെ കാലമാണ്. 10 രൂപ എന്തെങ്കിലും കിട്ടാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പേജ് റോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രം കൊടുക്കുക അഡ്മിൻസിന്. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ പേജിൻ്റെ മൊത്തത്തിലുള്ള കൺട്രോൾ കൊടുക്കരുത്. അപ്പോൾ നമ്മളുടെ പേജ് സുരക്ഷിതമായി വെക്കുക. കണ്ടന്റ് ക്രിയേഷൻ നല്ല സുരക്ഷിതമായിട്ട് സ്മൂത്തായിട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.